हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। 27 28 असंख्येयो अप्रमेयात्मा विशिष्टशिष्टकृशुचि सिद्धार्थ सिद्धसंकल्पा सिद्धिद सिद्धिसाधना वृषाहि वृषभो विष्णुर्वृषभर्वा वृषोदरा वर्धनो वर्धमानश्च വിവിക്തശ്രുതിസാഗരാ. ഇന്ന് നമ്മൾ കാണുന്ന നാമം 252 നാമം സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ സിദ്ധാർത്ഥ എന്ന് വെച്ചാൽ അർത്ഥങ്ങളെല്ലാം പൂർണ്ണമായി ലഭിച്ചവൻ, മാൻ ഓഫ് ഫുൾഫിൽമെൻറ്റ്. ചാരിതാർത്ഥ്യം എന്താ പറയുക, മനസ്സിലായില്ലേ? ചാരിതാർത്ഥ്യം, മാൻ ഓഫ് ഫുൾഫിൽമെൻറ്റ്. എല്ലാ അർത്ഥങ്ങളും എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായി ലഭിച്ചവൻ, എല്ലാ അർത്ഥങ്ങളും സിദ്ധിച്ചവൻ അർത്ഥം. എല്ലാ കാമങ്ങളും നിറവേറിയവൻ. ഉപനിഷത്തിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. സത്യകാമൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. സത്യകാമൻ ചാന്തോക്യോപനിഷത്തിൽ. ഇച്ഛകളെല്ലാം, അതായത് കാമങ്ങളെല്ലാം സത്യമാക്കി തീർത്തവൻ. റിയലൈസ് ദിസ് ഡ്രീംസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ റിയലൈസേഷൻ എത്തിയവൻ, കാമങ്ങളെല്ലാം എല്ലാം റിയലൈസ് ചെയ്തവൻ, റിയാലിറ്റി ആക്കി മാറ്റിയവൻ, അതായത് നേടിയവൻ അർത്ഥം. ഭഗവാൻ അതുകൊണ്ട് ആപ്തകാമൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആപ്തകാമൻ. ജീവരാശികളെ സംബന്ധിച്ചിടത്തോളം പുരുഷാർത്ഥം എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണല്ലോ നമ്മുടെ പുരുഷാർത്ഥം. നമ്മളുടെ ലൈഫിൻ്റെ മിഷൻ അച്ചീവ് ചെയ്യാനുള്ള ഗോൾ ഇതാണല്ലോ, പുരുഷാർത്ഥമാണല്ലോ നമ്മൾ. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുമ്പോൾ അർത്ഥവും നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അർത്ഥവും കാമവും രണ്ടും ധാർമ്മികമായിട്ട് ഉള്ള വഴിയിലൂടെ സമ്പാദിച്ച് അതനുഭവിച്ച് അൾട്ടിമേറ്റ്ലി മോക്ഷത്തിലേക്കും. അപ്പോൾ ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും നടുക്കിൽ ഉള്ളതാണ് അർത്ഥവും കാമവും. അപ്പോൾ ഈ അർത്ഥവും കാമവും എല്ലാം മോക്ഷത്തിന് വേണ്ടി ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ ആയിരിക്കണം ചിന്തിക്കുന്നത്, വരുത്തുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഇരുമ്പൊലയ്ക്ക കണ്ടിട്ടില്ലേ? ഇരുമ്പൊലയ്ക്ക, അതിൻ്റെ രണ്ടറ്റത്തിന് 2 ചിറ്റുണ്ടാവും, 2 ഇരുമ്പ് ചിറ്റ്, വാൽവിടണ പോലെ നടണം. അപ്പോൾ അതാണ് 2 തടങ്ങൾ നമ്മളുടെ നദിയുടെ 2 തടങ്ങൾ പോലെ, ഒന്ന് ധർമ്മവും ഒന്ന് മോക്ഷവും. അതിൻ്റെ ഉള്ളിലാണ് അർത്ഥവും കാമവും കിടന്ന് കളിക്കുന്നത്. മോക്ഷപ്രാപ്തിക്കായിരിക്കണം, ഷിയർ എൻജോയ്മെൻ്റ് ആവരുത്, മെറ്റീരിയൽ എൻജോയ്മെൻ്റ് ആവരുത്. അത് ഇറ്റ് ഈസ് ഓൺലി കാഷ്വൽ.
മെയിൻ എയിം അതല്ല, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ. വി ആർ ഫോർ ലിബറേഷൻ ആൻഡ് നോട്ട് ഫോർ ബോണ്ടേജ് എന്ന് പറഞ്ഞിട്ട് ധർമ്മം വിട്ടിട്ടുള്ള കളി പാടില്ല. അർത്ഥവും കാമവും ഒക്കെ ധാർമ്മികമായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അർത്ഥം ധർമാനുസൃതമായി നേടി കാമങ്ങൾ സാധിച്ച് ജീവിതത്തിൽ വൈരാഗ്യം വന്ന് മോക്ഷം നേടുകയാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ഇത് ഭഗവത് കൃപ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പുരുഷാർത്ഥം എന്ന് പേരുണ്ടെങ്കിലും ഈ പുരുഷാർത്ഥം കിട്ടണമെങ്കിൽ ഈശ്വരൻ്റെ കൃപ തന്നെ വേണം. ധാർമ്മികമായിട്ട് ചിന്തിക്കാനും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ചിന്തിക്കാനും ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ അർത്ഥം സമ്പാദിക്കാനും തദ്വാര കാമങ്ങൾ നശിപ്പിച്ച് കളയാനും ഒക്കെ ഈശ്വര അനുഭവം തന്നെ വേണം. അതുകൊണ്ടാണ് ശങ്കരൻ പറയുന്നത്, സൂക്ഷിക്കണ മക്കളെ, മൂഢചഹീഹി ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. ധനത്തിൻ്റെ ആഗമന തൃഷ്ണ, ധനം വന്നോട്ടെ, അതിൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ആഗമനത്തിനോടുള്ള ഒരു ഇറസിസ്റ്റബിൾ തേഴ്സ്റ്റ് ഫോർ അഗ്രൻഡൈസ്മെൻറ്റ് ഓഫ് വെൽത്ത്, ജഹീഹി, അതാണ് ദാറ്റ് യു റിനൗൺസ്. മൂഢ ജഹീഹി ധന ആഗമ തൃഷ്ണ കുരു സദ്ബുദ്ധി മനസ്സി വിതൃഷ്ണ. Entertain some good thoughts in your mind, noble thoughts. Let noble thoughts come from all sides എന്ന് പറഞ്ഞ പോലെ let your mind entertain noble thoughts. And yet labase nija karmopate, whatever you get out of your hard earned money, hard earned work, righteous work, vittam tena vinodaya chittam. Try to entertain your mind, learn to satisfy your mind. അതർത്ഥം. മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള വഴികൾ നോക്കുക. എന്തുകൊണ്ട് തൃപ്തിപ്പെടുത്തണം? ധാർമ്മികമായിട്ടുള്ള സമ്പാദനം കൊണ്ട് ധാർമ്മികമായിട്ടുള്ള കാമന പൂർത്തീകരിക്കാൻ നോക്കുക. അതിനാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ വർണ്ണാശ്രമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുരുഷാർത്ഥത്തിലൂടെ നമുക്ക് പോകാൻ പറ്റും. കാളിദാസൻ്റെ രഘുവംശത്തിൽ രഘു മഹാരാജാക്കന്മാരുടെ ലൈഫ് സ്റ്റൈൽ പറയുന്നുണ്ട്. ശൈശവേഭ്യസ്ത വിദ്യാണം യൗവനേ വിഷയൈഷിണം. ശൈശവേഭ്യസ്ത വിദ്യാണം, ശൈശവകാലത്ത് രഘുവംശത്തിൽ രാജാക്കന്മാരൊക്കെ അഭ്യസ്ത വിദ്യാനാം, വിദ്യാർത്ഥികളായിരുന്നവരൊക്കെ ചെറുപ്പത്തിൽ എല്ലാം പഠിക്കുന്നവരാണ്, ബ്രഹ്മചാരികളാണ്, വേറെ യാതൊരു അലട്ടിലും അവർക്കില്ല. ശൈശവേഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയൈഷിണാം. യൗവനമായി കഴിഞ്ഞാൽ പിന്നെ അത് എൻജോയ് ചെയ്യുക, വാട്ട് എവർ എൻജോയ്, എക്സോസ്റ്റ് യുവർ മൈൻഡ്. യെറ്റ് ധാർമ്മിക് വേ, അധാർമികമായിട്ടുള്ള എൻജോയ്മെൻ്റ് അല്ല, ധാർമ്മിക് എൻജോയ്മെൻറ്റ്. ഗോ ആൻഡ് എൻജോയ് ദ വേൾഡ്. ലോകം മുഴുവൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്ത് വേണേ സൂഹിക്കുക. യൗവനേ വിഷയൈഷിണാം വാർദ്ധക്യേ മുനിവൃത്തീനാം. വാർദ്ധക്യമായി കഴിഞ്ഞാൽ ഒരു മുനിയെ പോലെ കഴിയുക. വെച്ചാൽ അത്യാവശ്യം ആവശ്യത്തിന് സംസാരിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് പുറത്തിറങ്ങുക, എല്ലാ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ചിലവഴിക്കുക. ഒരു അഗ്രസീവ് ഒരു രജസിക് ആറ്റിറ്റ്യൂഡ് വേണ്ട. ബി സാത്വിക്. എന്നിട്ട് എന്ത് വേണം? യോഗാനന്ദേ തനുത്യജം. ആൻഡ് അൾട്ടിമേറ്റ്ലി ത്രൂ യോഗ, യൂണിയൻ വിത്ത് ദ ട്രൂത്ത്, യൂണിയൻ വിത്ത് ദ ഗോഡ്, കാസ്റ്റ് ഓഫ് യുവർ ബോഡി. ബാല്യത്തിലാ വിദ്യകൾ അഭ്യസിച്ചും താരുണ്യമായാൽ അവയെ സുഖിച്ചും വാർദ്ധക്യമായാൽ മുനിയായി കഴിച്ചും ദേഹത്തെ യോഗാൽ ഒടുവിൽ ത്യജിക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ് ഓഫ് ലീഡിങ് വൺസ് ലൈഫ്, അതാണ് നമ്മളെ പുരുഷാർത്ഥത്തിലേക്ക് നയിക്കുന്നതും പുരുഷാർത്ഥ പ്രകാരം നമ്മുടെ ജീവിതം നയിക്കാനും നമുക്ക് ആലോചിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സിദ്ധാർത്ഥനാവുന്നത്.
ആപ്തകാമനാകുന്നത്, മെൻ ഓഫ് ഫുൾഫിൽമെൻ്റ് ആകുന്നത്. അപ്പം അവതാര പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവർ സങ്കല്പിച്ച കാര്യങ്ങൾ സിദ്ധിച്ചാൽ മാത്രമേ അവർ കളി നിർത്തൂ. അവരൊരു ഉദ്ദേശം വെച്ച് ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാതെ അവർ കളിക്കളം വിടില്ല. അവതാര ഉദ്ദേശം എപ്പോൾ നിന്നുവോ, അവരുടെ പ്ലാൻ എപ്പോൾ ഫുൾഫിൽ ചെയ്തുവോ, അതോടുകൂടി ആട്ടം ക്ലോസ്. പിന്നെ ഒരു നിമിഷം ഇവിടെ അവർ നിൽക്കില്ല. ഒരു നിമിഷം ദേ വിൽ നോട്ട് സ്റ്റേ ബാക്ക്. അതുവരെ അവർ നിൽക്കും. ദേ വിൽ കീപ്പ് ഓൺ സ്റ്റേയിങ് ഹിയർ. ദേ ഹാവ് ടു സ്റ്റേ ഹിയർ. അത് അവതാര പുരുഷന്മാർ. കാരണം ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അത് പൂർത്തിയാക്കുക വരും. അത് പൂർത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രമേ ഇവിടുന്ന് വിടുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് സിദ്ധാർത്ഥ എന്ന് ഭഗവാനെ സിദ്ധാർത്ഥ എന്ന് പറയാൻ കാരണം. പരബ്രഹ്മത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, ഭഗവാന്റെ കാര്യമാണ് പറഞ്ഞത്. അവതാര പുരുഷന്മാരുടെ കാര്യമാണ് പറയണത്. അല്ല, പരബ്രഹ്മത്തിന് സിദ്ധവും ഇല്ല, അർത്ഥവും ഇല്ല, അല്ലേ? അത് അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഈ നാമങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെ? നോട്ട് ഫോർ പരബ്രഹ്മ ബട്ട് ഫോർ വിഷ്ണു ഹു റെപ്രസെൻറ്റ്സ് പരബ്രഹ്മ. പരബ്രഹ്മത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ഒരു വ്യക്തി, പക്ഷെ അതിന് കയ്യും കാലൊക്കെ വെച്ചിട്ടുണ്ടാകും അർത്ഥം. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ എന്ന് പറയുന്നത്. അർത്ഥങ്ങളെല്ലാം പൂർണ്ണമായി ലഭിച്ചവൻ, മാൻ ഓഫ് ഫുൾഫിൽമെൻറ്റ്. എല്ലാവർക്കും അങ്ങനെ മാൻ ഓഫ് ഫുൾഫിൽമെൻ്റ് ആവാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അറ്റ് നോ ഗിവൺ പോയിന്റ് ഇൻ അവർ ലൈഫ് വി ആർ ഫുൾഫിൽഡ്. ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയാൻ നമുക്ക് അറ്റ് നോ പോയിന്റ് ഇൻ ടൈം ഇറ്റ് ഈസ് പോസിബിൾ. നോർമലി, ജനറലി ആലോചിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും നമുക്ക് ലൈഫിൽ ഇനഫ് ഇസ് ഇനഫ്, ഇനി ഞാൻ പുതിയ ഡിസയർസ് എൻ്റർടൈൻ ചെയ്താൽ മാത്രമേ എനിക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? You have a bundle of vasanas, stock desire with you to fulfill. ഒന്ന് വൺ ബൈ വൺ ഫയൽ ക്ലിയർ ചെയ്യാൻ നോക്കുക നമ്മൾ. അത് 10 ക്ലിയർ ചെയ്യുമ്പോൾ 20 അടിയിൽ ഫയൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും ആരെങ്കിലും, ഇല്ലേ? സർക്കാർ ഓഫീസിലോ കണ്ടിട്ടില്ലേ? ആളെ മൂടിയിരിക്കുന്നുണ്ടാവും ഫയൽ. അത് മുകളിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഇങ്ങനെ സൈൻ ചെയ്ത് വിടുമ്പോൾ അടിയിലിപ്പുറത്ത് പിയൂണ് 100 കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഫയൽ ഓൾവേസ് റിമെയിൻ ദ സെയിം ഏത് സർക്കാർ ഓഫീസിലും. അതുപോലെ നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ്? 1 കിട്ടിയാൽ 10 കിട്ടിയാൽ 100 കിട്ടിയാൽ 1000, എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിനൊരവസാനമില്ലല്ലോ. ഡിസയർ ഫുൾഫിൽമെൻറ്റ് ഈസ് ഇൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഡിസയർ എൻ്റർടൈൻമെൻറ്റ് ഈസ് ഇൻ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. പിന്നെ എങ്ങനെയത് കഴിയുക? നമുക്ക് എപ്പോഴാണ് മാക്സിമം ഹാപ്പിനെസ് കിട്ടുക? മാക്സിമം ഹാപ്പിനെസ് എപ്പോഴാണ് നമുക്ക് കിട്ടുക? വെൻ യു ഹാവ് ഫുൾഫിൽ ഓൾ യുവർ ഡിസൈർസ്. എല്ലാ ആഗ്രഹങ്ങളും തീർത്ത ഒരവസരമല്ലേ നമുക്ക് മാക്സിമം ഫുൾഫിൽമെൻറ്റ് കിട്ടുക. അല്ലെങ്കിലോ ഫുൾ മാക്സിമം ഹാപ്പിനെസ് കിട്ടില്ലല്ലോ നമുക്ക്. ഒരു 50 ഡിസയർ നമ്മൾ എൻ്റർടൈൻ ചെയ്തിട്ട് അതിലൊരു 25 പൂർത്തിയാക്കിയാൽ എത്ര % ഹാപ്പിനെസ്സായി? 50% ഹാപ്പിനെസ്. ഇത്രയല്ലേ ഉള്ളൂ. 100 ഡിസയർ എൻ്റർടൈൻ ചെയ്തിട്ട് 75 നമ്മൾ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കാം, ഫുൾഫിൽഡ്. എത്ര % ഹാപ്പിനെസ്സായി? 75% ഹാപ്പിനെസ്. 100 ഡിസയർ എൻ്റർടൈൻ ചെയ്തു, 100 ഡിസയർ ഫുൾഫിൽ ചെയ്തു, ഹാപ്പിനെസ് മാക്സിമം ഹാപ്പിനെസ്. സോ 100/100 ഇറ്റ് ഈസ് യൂണിറ്ററി ഹാപ്പിനെസ്, ഫ്രാക്ഷണൽ ഹാപ്പിനെസ് അല്ല. ഒരേ ഒരു ഹാപ്പിനെസ്സാണ് 100/100, നോട്ട് 75/100, 50/100, 25/100 അല്ല. അത് 100/100 ആണ്, 10%. സോ ഫുൾ യൂണിറ്ററി ഹാപ്പിനെസ്, നോ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനും ഇല്ല അതിൽ. ഭാഗികം എന്താ പറയുക, ഹാപ്പിനെസ് അല്ല, ഭാഗിക സുഖമല്ല, പൂർണ്ണ സുഖമാണ്, പൂർണ്ണാനന്ദം, സാന്ദ്രാനന്ദം. എപ്പോഴാണ് ഉണ്ടാവുന്നത്? എല്ലാ എൻ്റർടൈൻ ചെയ്ത ഞാൻ വരുത്തി വെച്ച വിന എല്ലാം ഞാൻ തീർത്തു കഴിഞ്ഞാൽ. അത് എപ്പോഴെങ്കിലും മനുഷ്യന് തീർന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ?
ശുദ്ധാർത്ഥനായി എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, പറ്റില്ല. ദാറ്റ്സ് ഹൗ ദ ലൈഫ് ഗോസ്. അതിനിപ്പോൾ നമ്മളെ കണ്ടം ചെയ്യൊന്നും വേണ്ട. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്, ആക്സെപ്റ്റ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിസയേഴ്സ് എൻ്റർടൈൻഡ് ജോമെട്രിക്കൽ പ്രോഗ്രഷനിലാവുമ്പോൾ, ഡിസയർ ഫുൾഫിൽഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷനാവുമ്പോൾ ഒരു കാലത്ത് നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒന്നാവില്ല. അങ്ങനെ ഫ്രാക്ഷണലായിട്ട് പോവുള്ളൂ. ദാറ്റ്സ് എ ഫാക്ട് ഓഫ് ലൈഫ്. ലിവ് വിത്ത് ഇറ്റ്, ബി ഹാപ്പി വിത്ത് ദാറ്റ് പാർഷ്യൽ ഹാപ്പിനെസ്. അല്ലപ്പോൾ എന്താ ചെയ്യുക? അത് മറികടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ വരാം, അവിടെയൊക്കെ വരാം. അപ്പോൾ തൽക്കാലം എന്താ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ സിദ്ധാർത്ഥ എന്നുള്ളൊരു ഒരു പൊസിഷൻ നമ്മൾ റിയലൈസ് ചെയ്യണമെങ്കിൽ അത് ഭഗവാന്റെ കൃപ തന്നെ വേണം. അത് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം അത് കിട്ടില്ല. പ്രയത്നം വേണം, വേണ്ടെന്നല്ല. ഈശ്വരകൃപ, ഈശ്വരാനുഗ്രഹം ഒക്കെ വേണം, രണ്ടും വേണം. ആ ഷവർ വരുന്നിടത്തോളം കാലം വി ഹാവ് ടു ടോയിൽ. നമുക്ക് സ്വെറ്റ് തന്നെ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ. സിദ്ധി സങ്കല്പ, അടുത്ത നാമം സിദ്ധി സങ്കല്പ. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചവൻ, അർത്ഥം തന്നെയാണ്. പരബ്രഹ്മത്തെ ചന്തോപനിഷത്തിൽ തൻ്റെ സങ്കല്പങ്ങളെല്ലാം സത്യമാക്കിയവൻ എന്ന് ഒരു ധ്വനി, ഒരു അർത്ഥം വരുന്ന ഒരു മന്ത്രമുണ്ട്. സത്യസങ്കല്പ എന്നുള്ളൊരു പ്രയോഗമുണ്ട് ചാന്തോക്യോപനിഷത്തിൽ. സത്യസങ്കല്പ, സങ്കല്പങ്ങളെല്ലാം സത്യമാക്കിയവൻ. He made all his desires come true. സത്യസങ്കല്പ. മനസ്സ് സൃഷ്ടിക്കുന്ന ആശകളെ നിറവേറ്റാനുള്ള വഴികൾ ചിന്തിക്കുന്നതാണ് സങ്കല്പം, അല്ലേ? വാട്ട് ഈസ് സങ്കല്പം? നമ്മൾ സൃഷ്ടിക്കുന്ന ആഗ്രഹങ്ങളെ, ആശകളെ നിറവേറ്റാനായുള്ള വഴികൾ ചിന്തിക്കുന്നതാണ് സങ്കല്പം എന്ന് പറയുന്നത്. നോ ഡിസയർ, നോ സങ്കല്പം. ഡിസയർ ഇല്ലെങ്കിൽ എന്ത് സങ്കല്പമുള്ള, എന്താ സങ്കല്പിക്കണം? എനിക്ക് ഇന്നാളാവണം എന്ന് പറഞ്ഞൊരു സങ്കല്പം സങ്കല്പിക്കുമ്പോൾ ഇന്നാളാവണം എന്ന ആഗ്രഹം ആദ്യം വരണം, എന്നിട്ട് വേണം സങ്കല്പം ഉണ്ടാവാൻ. So desire precedes സങ്കല്പം. കാലദേശാദികൾക്ക്, ടൈം ആൻഡ് സ്പേസിന്, അല്ലെങ്കിൽ ടൈം ആൻഡ് സ്പേസിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക്, കാലദേശാദികളാൽ പരിമിതമായ ജീവരാശികൾക്ക്, നമ്മൾക്ക് നമ്മളുടെ സങ്കല്പങ്ങൾ നിറവേറ്റാൻ പല പല തടസ്സങ്ങളും മറികടക്കേണ്ടതുണ്ട്. എളുപ്പമല്ല. ഏത് കാര്യം, ലൗകിക കാര്യമായാലും ശരി, ഭൗതിക കാര്യമായാലും ശരി, ആധ്യാത്മിക കാര്യമായാലും ശരി, അല്ലേ? നമ്മളെപ്പോലെയുള്ള ജീവരാശികൾക്ക് നമ്മുടെ സങ്കല്പം നിറവേറ്റാൻ, ഭൗതികമായാലും ആധ്യാത്മികമായാലും നിറവേറ്റാൻ ഒരുപാട് കടമ്പകൾ കടക്കണം. എളുപ്പമല്ല. ഈടാർന്ന വായിക്കും അനുരാഗ നദിക്കും വിഘ്നം കൂടാത്തൊഴുക്ക് അനുവദിക്കുകയില്ല ദൈവം, അല്ലേ? വിഘ്നമില്ലാത്ത ഒഴുക്ക് ഉണ്ടാവില്ല. ആ സങ്കല്പത്തിൻ്റെ ഒഴുക്കിൽ വിഘ്നം ഉണ്ടാവും. അതിനൊക്കെ മറികടക്കണം വേണം നമ്മൾ. അതുകൊണ്ട് സങ്കല്പം പൂർത്തീകരിക്കാൻ, ശുദ്ധാർത്ഥനാവാൻ, സിദ്ധിസങ്കല്പനാവാൻ കാലതാമസം വരുന്നു നമുക്ക്. അവതാര പുരുഷന്മാരുടെ അത്ര 50 ഓവേഴ്സിൽ കളി മാറ്റി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഭഗവാന്റെ ഒരു അവതാരത്തിൽ ആ പ്ലാനൊക്കെ അടിച്ച് തകർത്ത് അങ്ങോട്ട് പോവും. എത്ര റൺസാണ് സ്കോർ ചെയ്യാൻ പറ്റിയൊക്കെ സ്കോർ ചെയ്ത് പ്ലസ് മൈനസ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അദ്ദേഹം കൊണ്ട് ഒറ്റ ഒരു ലൈഫിൽ ഒരു സ്പാൻ ഓഫ് ലൈഫിലെല്ലാം കഴിയും. നമുക്കങ്ങനെ പറ്റുന്നില്ല. നമ്മളുടെ സങ്കല്പങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് ഒരുപാട് കാലം പിടിക്കുന്നു, ഒരുപാട് സമയം പിടിക്കുന്നു. അവർ ഇത്തവണ മുഴുവനായില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവും.
വൺ ജന്മം ടു ദ അതർ ജന്മം, കാരി ടു ദ അതർ ജന്മം, അങ്ങനെ പോവും. നമ്മളത് അറിയില്ല. കണക്കൊക്കെ അവിടെ വയ്ക്കുന്നുണ്ട് അദ്ദേഹം. ഇത്ര ബാക്കിയുണ്ട്, ഇത്ര ചെയ്തു, കംപ്ലീറ്റ് അക്കൗണ്ടൻസി അവിടെ ഉണ്ട്. ആ, എന്താ അതിന് പറയാം, ടാലിയോ സാപ്പോ എന്തൊക്കെയോ പറയില്ലേ, അതൊക്കെ അവിടെ ഉണ്ട്. ഏത് എപ്പോഴത്തെ നോക്കിയാലും എപ്പോൾ ബട്ടൺ അമർത്തിയാലും അറിയാം, ഇവൻ്റെ ആ ലെഡ്ജർ ഫോളിയോ എടുത്താൽ അവൻ്റെ എല്ലാ കാര്യവും അതിലുണ്ടാവും. അപ്പോൾ എത്ര എണ്ണം എടുത്തു, എത്ര ജമ്മ എടുത്തു, ഇനി എത്ര ജമ്മ എടുക്കാണ്ട്, എത്ര വാട്ട് ഈസ് ക്വാണ്ടിറ്റി, വാട്ട് ഈസ് ഡിസയർ, ഇതെല്ലാം അറിയാം. നമുക്കതൊന്നും അറിയില്ല. നമുക്ക് വി കീപ്പ് ഓൺ ഡൂയിങ് അവർ ജോബ്. അപ്പോൾ ഒരുപാട് സമയമെടുക്കും, വിളംബം വരും, കാലതാമസം വരും. ബിക്കോസ് നമ്മളുടെ സങ്കല്പങ്ങൾ നിറവേറ്റാനായിട്ട് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സ്പേസ് ആൻഡ് ടൈം, ദേശകാലത്തിൻ്റെ പരിമിതികളുള്ള കാരണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിക്കിൽ എത്തണം അങ്ങോട്ട് വിചാരിച്ച ഉടനെ അങ്ങോട്ട് എത്താൻ പറ്റുമോ? ഇല്ല. ഇന്ന സമയത്തിനുള്ള അവിടെ എത്തണമെന്ന് അത് പറ്റുമോ? ഇല്ല. വി ആർ അണ്ടർ ദി കൺസ്ട്രെയിൻറ്റ് ഓഫ് ടൈം ആൻഡ് സ്പേസ്, ദേശകാലം. ഭഗവാനോ ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം, ഈസ് ഫ്രീ, ഈസ് ലിബറേറ്റഡ്, ഈ ക്യാൻ ഡു വാട്ട് എവർ ഹി ലൈക്സ്. അങ്ങൊരു വളയില്ലാണ്ട ചാടാം, നമുക്ക് ചാടാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. നമ്മൾ സമയം ഒരുപാട് സമയം എടുക്കും നമുക്ക്. വി ഹാവ് ടു പേഷ്യൻ്റ്ലി വെയിറ്റ്. നമ്മളാൽ കഴിയുന്ന കാറ്റലിസ്റ്റ് കൊടുത്തിട്ട് പ്രോസസ്സ് എക്സ്പെഡൈറ്റ് ചെയ്യാൻ നോക്കുക എന്ന് മാത്രം. അപ്പോൾ ഇത് നീണ്ടുപോകുന്നത് സർവ്വസാധാരണമാണ്, മനുഷ്യരുടെ സഹജമാണ്. ഭൗതിക കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കൂ. ലോകത്തിൽ പാലം പണി, കെട്ടിടം പണി, റോഡ് പണി, എന്തുമാകട്ടെ, സമയപരിധിയിൽ പൂർത്തീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ചെയ്ത് തീർക്കേണ്ട കാര്യം നമുക്ക് നാളെ ചെയ്യാൻ ഒരു എളുപ്പമില്ല. We shamelessly do tomorrow what we should have done yesterday. ഒരു കുറ്റബോധവും ഇല്ല നമുക്ക്. പ്രത്യേകിച്ച് നമ്മ ഭാരതീയർക്ക്. എന്താ കാരണം വെച്ചാൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മുടെ ഈ രാജ്യം മാത്രമേ ലോകത്തിൽ ഒരേ ഒരു രാജ്യമുള്ളൂ നാളെ എന്നുള്ള വാക്കിനും ഇന്നലെ എന്നുള്ള വാക്കിനും രാഷ്ട്രഭാഷയിലെ ഒരേ വാക്ക് കൽ. അപ്പോൾ ഇന്നലെ ആയാലും കൊള്ളാം, നാളെ ആയാലും കൊള്ളാം. അപ്പം ഇന്നലെ ചെയ്യേണ്ടതൊക്കെ ഇപ്പോൾ നാളെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ഇപ്പോൾ പിന്നെ കല്ലല്ലേ, കൽ കരയുക. തമാശയായിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, വിളംബം വരുന്നു നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം. സിദ്ധസങ്കല്പനാവാൻ പറ്റുന്നില്ല നമുക്ക്. ഭഗവാൻ കാലസ്വരൂപിയാണ്, സർവശക്തനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം ഉടനെ സിദ്ധമാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് സിദ്ധി സങ്കല്പ എന്ന് പറയുന്നത്. നമ്മൾക്ക് സിദ്ധി സങ്കല്പിച്ച് നമ്മളുടെ സങ്കല്പങ്ങളെല്ലാം സിദ്ധിയാക്കാൻ പറ്റും, പ്രൊവൈഡഡ് നമുക്കതിനുള്ള തപശക്തി നമുക്കുണ്ടെങ്കിൽ. ഇഫ് യു ഹാവ് ഡൺ സഫിഷ്യൻറ്റ് തപസ്, ഡിസിപ്ലിൻ ടു ട്രെയിൻ അവർ മൈൻഡ്, ട്യൂൺ അവർ മൈൻഡ്, ഈ ഇൻഫ്ലോ ഒന്ന് സ്റ്റോപ്പാക്കാൻ ചെറിയൊരു ഡാം കെട്ടാനുള്ളൊരു പ്ലാൻ നമ്മൾ ഇട്ടിട്ട്, ഈ എൻ്റർടൈനിങ് ഓഫ് തോട്ട്സ് ഉണ്ടല്ലോ, ആഗ്രഹങ്ങളെ എങ്ങനെ ഒപ്പി വശീകരിച്ചെടുക്കുന്നത് ലോകത്തിൽ നിന്ന്, അത് തടയാൻ ഒരു തപസ് പദ്ധതി നമ്മൾ അനുകരിച്ചാൽ നമുക്കും സിദ്ധിസങ്കല്പനാവാൻ പറ്റും. പറ്റായൊന്നുമില്ല. പക്ഷേ ഇറ്റ് നീഡ്സ് എക്സസൈസ്. ഈശ്വര അനുഗ്രഹം വേണം, ഈശ്വര കൃപ വേണം. അതുണ്ടെങ്കിൽ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ഒരു അവതാര പുരുഷനെ സംബന്ധിച്ചിടത്തോളം സിദ്ധിസങ്കല്പ. ശ്രീരാമാവതാരായാലും ശരി, കൃഷ്ണാവതാരായാലും ശരി, പരശുരാമാവതാരായാലും ശരി, ഒക്കെ സിദ്ധിസങ്കല്പ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ സാധിച്ചിട്ട് ആണ് പോയിട്ടുള്ളത്. ഓക്കെ, അടുത്ത നാമം 254 സിദ്ധിത. സിദ്ധിത മീൻസ് യഥോചിതം കർമ്മഫലം, അതായത് സിദ്ധി തരുന്നവൻ എന്നർത്ഥം.
ചുരുക്കി പറഞ്ഞാൽ കർമ്മഫലദാതാവ്. കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം. കർമ്മഫലം പ്രാപ്യമാകുന്നത് ഭഗവാനിൽ നിന്നാണ്. ഈസ് എ കർമ്മഫലദാത, giver of the fruits of action. നമ്മളുടെ കർമ്മങ്ങളെ, അനുഷ്ഠാനങ്ങളെ വിലയിരുത്തി, വളരെ സൂക്ഷ്മമായി വിലയിരുത്തി, ചെയ്യുന്ന കർമ്മങ്ങളുടെ പിന്നിലുള്ള ധർമ്മത്തെ നോക്കി അതിസൂക്ഷ്മമായി മൈക്രോസ്കോപ്പ് വെച്ച് അനലൈസ് ചെയ്ത് ഫലം പ്രദാനം ചെയ്യുന്നു. അതിന് അനുസൃതമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നു. മാത്രമല്ല, നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ശേഷിയും ശക്തിയും ഭഗവാൻ തരുന്നു. ഒരു ഓഫീസിൽ നമ്മളൊരു ഒഫീഷ്യൽ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓഫീസ് ചെയ്തു തരില്ലേ? റൂം ബുക്ക് ചെയ്ത് തരും, ടിക്കറ്റ്സ് അറേഞ്ച് ചെയ്ത് തരും, അവിടെ പോയ ട്രാൻസ്പോർട്ട്, കൺവെയൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് തരും കമ്പനി, ഇല്ലേ? നമ്മളായിട്ട് കയ്യിൽ നിന്നൊന്നും എടുക്കണ്ട, ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്ത്, എല്ലാം റെഡി. എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും, അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോഫർ കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ചെന്ന് കയറാം. ഇതെല്ലാം ഓൾ അറേഞ്ച്ഡ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ നമുക്ക് ഒരുക്കി തരും ചെയ്യും. അതിനുള്ള ശക്തി നമുക്ക് തരും, അതിനുള്ള ശേഷി നമുക്ക് തരും. നമ്മളിൽ നിക്ഷിപ്തമായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് ചില കർമ്മങ്ങൾ ചെയ്തു തീർക്കാനാണ്. പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്തു തീർത്ത് കൂടുതൽ പ്രാരബ്ധം വലിച്ചു കെട്ടാതെ ഉള്ളതൊക്കെ ചെയ്തു തീർത്ത് വേഗം ആഫീസ് കൂട്ടിയിട്ട് പോകാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അത് ചെയ്യാനായിട്ടുള്ള എല്ലാ ശേഷികളും എല്ലാ ശക്തികളും ഭഗവാൻ തരും ചെയ്യും. ചെയ്ത കർമ്മങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനുള്ള കർമ്മഫലവും നമുക്ക് തരും. മോക്ഷാച്ചാൽ മോക്ഷം, അനദർ ജന്മാച്ചാൽ അനദർ ജന്മം, വാട്ട് എവർ ഇസ് ഡിസേർവിങ്. കർമ്മം ചെയ്യാനുള്ള ശക്തി നമുക്ക് തരും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എല്ലാം തരും ഭഗവാൻ. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഭഗവാൻ ഒരുക്കി തരുന്നു. അതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നു ഭഗവാൻ, സഹായിക്കാനുള്ള ചുറ്റുപാടുകൾ. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നു, എല്ലാ ഉപകരണങ്ങളും നമുക്ക് നൽകുന്നു ലോകത്തിൽ നിന്ന്. നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി. കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഇല്ലാതെ ഞാൻ ആണ് ഈ കർമ്മം ചെയ്യുന്നതെന്നും ഈ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലം എൻ്റെ ആണ് എന്നും ഐ വാണ്ട് എന്നുള്ള ഫീലിംഗ് ഇല്ലാതെ, കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഇല്ലാതെ നിന്നു കൊടുത്താൽ മതി നമ്മൾ. മറ്റെല്ലാം ഭഗവാൻ ചെയ്തോളും. അതാണ് അടുത്ത നാമത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ നാമത്തിൽ സിദ്ധി തരുന്നവൻ, കർമ്മഫലം തരുന്നവൻ. അടുത്ത നാമം നോക്കൂ, സിദ്ധി സാധന. സിദ്ധികളെ സാധിപ്പിച്ചു തരുന്നവൻ, നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നു. നമ്മൾ ഏതൊരു പണിക്കാണോ മുൻകൂട്ടി ഇറങ്ങിയത്, നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള പണി തന്നെ. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ പണിയാണത്, കമ്പനി വർക്കാണത്. ഐ എം ഓൺ ഡ്യൂട്ടി. എന്നിരുന്നാലും അത് ചെയ്യാനായിട്ട്, നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം ചെയ്യാനായിട്ട് ആ സിദ്ധികളെയൊക്കെ സാധിച്ചു തരുന്നവനാരാ? അതും കമ്പനി തന്നെയാണ്, അതും ഭഗവാൻ തന്നെയാണ്. നമ്മൾ എഴുതി കൊടുക്കും, കമ്പനി മാനേജ്മെൻറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊരു കസാലയിൽ ഇരിക്കുമ്പോൾ ആ കസാലയുടെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കും. നമ്മളുടെ ആഗ്രഹങ്ങൾ, കമ്പനി മുന്നോട്ട് പോകാനുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രോഗ്രഷന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഞാൻ എഴുതി കൊടുക്കുന്നു. അത് കമ്പനി അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ഈസ് കമ്പനീസ് വർക്ക്. അതുപോലെ തന്നെയാണ് ഭഗവാനും. കുട്ടികൾ ഏത് വിധത്തിലാണോ അവരുടെ മാതാപിതാക്കളോട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറയുന്നത്, അതുപോലെ തന്നെ മനുഷ്യൻ ഭഗവാനോട് അവരുടെ ഇംഗിതം പൂർത്തിയാക്കി തരാൻ പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് പ്രാർത്ഥന.
ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളുടെ ഇംഗിതത്തിന് പുറപ്പെടാൻ. മനസ്സിലായില്ലേ? ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കർമ്മം ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഇതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം, സാധിച്ചു തരണേ. ആ ഇംഗിതം, ആ ആഗ്രഹം ധാർമ്മികമായിട്ടുള്ളതാണോ? നിനക്ക് വേണ്ട അർത്ഥവും ആ അർത്ഥം വഴി പൂർത്തീകരിക്കാനുള്ള കാമവും മോക്ഷത്തിന് വേണ്ടിയിട്ടാണോ? ഇസ് ഇറ്റ് ഫോർ കോർപ്പറേറ്റ് ഒബ്ജക്റ്റ് ഓർ ഫോർ യുവർ ഓൺ സെൽഫിഷ് ഡിസയർ? അത് ധാർമ്മികമായിട്ടുള്ള വഴിയാണോ? ഇസ് ഇറ്റ് എ പെർമിറ്റഡ് വേ ഓഫ് ഡീലിംഗ്? പ്രൊഹിബിറ്റഡ് വേ ആണോ? പെർമിറ്റഡ് വേ ആണോ? നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇസ് ഇറ്റ് ഫോർ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഓർ യുവർ ഓൺ ഇൻട്രസ്റ്റ്? ലിബറേഷന് വേണ്ടിയിട്ടാണോ? എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അതും ധാർമ്മികമായിട്ടുള്ളതാണോ? ഇസ് ഇറ്റ് ആസ് പെർ റൂൾ? ഇസ് ഇറ്റ് ആസ് പെർ പെർമിറ്റഡ് നോംസ് ഓഫ് കോണ്ടക്ട്? ധാർമ്മികമായിട്ടുള്ള അർത്ഥമാണോ നീ ആഗ്രഹിക്കുന്നത്? ആ അർത്ഥം കൊണ്ട് ധാർമ്മികമായിട്ടുള്ള കാമനകളാണോ നീ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ സിദ്ധി സാധന അതെല്ലാം നമുക്ക് സാധിച്ചു തരും ഭഗവാൻ. അപ്പോൾ കുട്ടികൾ അച്ഛനോട് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ധർമാനുസൃതമായ ആഗ്രഹങ്ങളാണെങ്കിൽ സാധിച്ചു കൊടുക്കും. ഒരു സാധാരണക്കാരൻ്റെ വീടെന്ന് ചോദിക്കുക, ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, സാധാരണ, ഈസ് എ വെരി ഓണസ്റ്റ് പേഴ്സൺ, എല്ലാം വേണ്ട പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കുട്ടികളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് ശമ്പളവും കിട്ടുന്നുണ്ട്, ദേ ആർ ഹാപ്പി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടി എന്നിട്ട് ചോദിക്കുക അച്ഛനോട്, അച്ഛാ എനിക്കൊരു ചെറിയൊരു ഐഡിയ മനസ്സിലിങ്ങനെ പോവാട്ടോ, അച്ഛൻ സാധിച്ചു തരുമോ? എൻ്റെ കുട്ടിയെ പറയും, മോനെ എന്താ വേണ്ടെന്നൊക്കെ പറയും. എനിക്കൊരു കപ്പൽ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ധർമ്മത്തിനൊത്ത കാമമാണോ അത്? ആ കുട്ടിയുടെ ഫാമിലി ചുറ്റുപാടിൻ്റെ ധർമ്മത്തിനൊത്ത കാമമാണോ അത്? ഞാനിവിടെ പറഞ്ഞു വന്നത് തെറ്റിദ്ധരിക്കരുത്. ആർക്കും കപ്പൽ മേടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ആഗ്രഹം ഇല്ലാണ്ട് മേൽപോട്ട് എപ്പോഴും മനുഷ്യന്മാർ കയറി വരില്ല. ഡിസയർ ഫോർ സംതിങ് ഹയർ ഈസ് ഓൾവേസ് നെസസറി. പക്ഷേ ആ ഡിസയർ, ലക്ഷ്യം വേറെ, ഡിസയർ വേറെ. ലക്ഷ്യം വേറെ, ആഗ്രഹം വേറെ. എനിക്കൊരു ലക്ഷ്യം ഞാൻ ഇട്ടിട്ടുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത് താഴെ തട്ടിൽ നിന്ന് ആ മുകളിലത്തെ കാര്യം ഉടനെ അങ്ങോട്ട് കിട്ടണമെന്നുകൊണ്ട് ലക്ഷ്യം നയിച്ചാൽ നടക്കില്ല. അതിന് ഓരോ സ്റ്റെപ്പുണ്ട്. എനിക്കൊരു PhD എടുക്കണം, ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കണം, എനിക്കൊരു ഡോക്ടർ ആവണം. ഡോക്ടർ ആവണം എന്നുള്ളത് ആഗ്രഹമല്ല, ഇറ്റ് ഈസ് എ ഗോൾ. എന്നിട്ട് ആഗ്രഹം എന്തായിരിക്കണം? 1ാം ക്ലാസ്സിൽ ആദ്യം പാസ്സാവണം, അത് കഴിഞ്ഞ് 2ലേക്ക് പോകണം, അത് കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിയണം, പിന്നെ പ്രീ ഡിഗ്രി കഴിയണം, പിന്നെ ഡിഗ്രി കഴിയണം, പിന്നെ MBBS കഴിയണം, പിന്നെ ഹൗസ് സർജൻസി കഴിയണം. യെസ്, ദെൻ ദാറ്റ് ഗോൾ ബിക്കംസ് മൈ ഡിസയർ. ഡോക്ടർ ആവുക എന്നുള്ളത് അപ്പോഴാണ് വരുന്നത്. അല്ലാണ്ട് 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഡോക്ടർ ആവണമെന്ന് പറയില്ല. ഒരു ചായക്കടക്കാരൻ പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് ആഗ്രഹിക്കില്ല ഒരു കാലത്തും. ചായക്കടക്കാരൻ ചെറിയൊരു ഹോട്ടലിടണമെന്ന് ആഗ്രഹിക്കും, ഒരു 5 സ്റ്റാർ ഹോട്ടലാക്കണമെന്ന് ആഗ്രഹിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടൂറിസം തുടങ്ങണമെന്ന് ആലോചിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് പോപ്പുലർ ആവണമെന്ന് ആലോചിക്കും. അത് കഴിഞ്ഞാൽ ജനപ്രിയനാവണമെന്ന് ആലോചിക്കും. അത് കഴിഞ്ഞാൽ ചെറിയൊരു ചോട്ടാ നേതാവാവണമെന്ന് ആലോചിക്കും. അങ്ങനെ നേതാവ് പൊന്തി 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 ഒന്ന് ഇലക്ഷന് നിൽക്കണമെന്ന് ആലോചിക്കും. ഇലക്ഷനിൽ ജയിക്കും, റെപ്രസെൻറ്റേറ്റീവ് ആവും, രാജ്യസഭയിൽ പോവും, ലോകസഭയിൽ പോവും. അവിടുന്ന് ആലോചിക്കും, അല്ലെങ്കിൽ വിധാനസൗധയിൽ പോവും. അവിടുന്ന് ആലോചിക്കും, ഇനി ഒന്ന് പ്രധാനമന്ത്രി ആയ കൊള്ളാമെന്ന്. അങ്ങനെയല്ലേ പോക്ക്. അല്ലാണ്ട് ഈ ചായ വിറ്റ് നടന്നിരുന്ന ഒരു വ്യക്തി ചായ വിറ്റ് നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ലക്ഷ്യം ഉണ്ടായിരിക്കാം. ലക്ഷ്യം വേറെ, ആഗ്രഹം വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആഗ്രഹം വേണ്ടെന്നല്ല, പക്ഷേ അനുസൃതമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, 1 by 1, 1 by 1. അതല്ലാതെ മഹാകാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഇങ്ങോട്ട് സാധിക്കണം എന്ന് പറഞ്ഞാൽ അത് അത്യാഗ്രഹമാണ്.
നടക്കാത്ത കാര്യമാണ്, ധാർമ്മികമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ആ പ്രയർ ഭഗവാൻ കേൾക്കില്ല. അച്ഛന് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കില്ല. കപ്പൽ പോട്ടെ, ഇല്ലെങ്കിൽ ആ ഒരു കുട്ടി പറയണം അച്ഛാ കാറ് മേടിക്കണം. അവരുടെ സാമ്പത്തിക സ്ഥിതി കാറ് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ കാറ് മേടിച്ച് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ മേടിച്ചു കൊടുക്കാം, കടക്ക് മേടിച്ചു കൊടുക്കാം. പക്ഷേ അത് ശരിയാണോ അച്ഛൻ ചെയ്യണത്? അല്ലല്ലോ. ആ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവൻ റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്ത് അവൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവൻ പൈസയുടെ വില എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം അവന് കാറ് മേടിക്കണമെങ്കിൽ കാറല്ല എന്ത് വേണമെങ്കിൽ മേടിച്ചോട്ടെ. അതാണ് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെന്ന് പറയുന്നത്. അതരുതെന്ന് നമ്മൾ അല്ലാണ്ട് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ആഗ്രഹമില്ല അങ്ങ് സാർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആഗ്രഹമില്ലാണ്ട് ആർക്കാ പറ്റുക മേപ്പെട്ട് പോകാൻ? ആഗ്രഹം വേണമെന്നല്ല പറഞ്ഞത്. പക്ഷേ ദുരാഗ്രഹങ്ങൾ പാടില്ല. അതിന് ഭഗവാൻ കൂട്ടു നിൽക്കില്ല. ധർമ്മത്തിനൊത്ത കാമം ആയിരിക്കണം, ധർമാനുസൃതമായിട്ടുള്ള കാമമായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അർത്ഥമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ഭഗവാൻ കൂട്ടു നിൽക്കും. പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ആർഡൻ്റ് പ്രയർ ഉണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കും. അല്ലാതെ ബുദ്ധിമുട്ടാണ്. ഈ നിലവിട്ട് ആഗ്രഹിക്കുന്നവരെ പരിഹസിക്കാൻ കുഞ്ചൻ നമ്പ്യാരെ കഴിച്ച വേറൊരാളുള്ളൂ. സ്വല്പം ഒരു ഡീവിയേഷൻ എടുക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ തുള്ളലിലെ വരികൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ രോമാഞ്ചം കൊള്ളിക്കും. അതിവിട്ടിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരെ കുറിച്ച് അദ്ദേഹം സറ്റയറായിട്ട് പറയുന്നുണ്ട്. ഉപ്പു ചുമന്നു നടക്കുന്നവനൊരു കപ്പലു കടലിലിറക്കാൻ മോഹം. നോക്കിയോ, ഇവൻ്റെ ജോലി എന്താ വെച്ചാൽ ഉപ്പും ചാക്ക് ഇങ്ങനെ തോന്നുന്നു, ഉപ്പ് വേണോ ചോദിച്ച് നടക്കുക വീട് മുഴുവൻ. സാധാരണക്കാരന് പറ്റുമോ അതൊരു ചാക്ക് തുറന്നിട്ട് നടക്കാൻ പറ്റുമോ? എനിക്കത് പറ്റില്ലല്ലോ, നമുക്ക് അതിനുള്ള ശക്തി ഇല്ലല്ലോ. അതിനുള്ള ശക്തിയുണ്ടോ? സമ്മതിച്ചു. അവന് ഉപ്പ് ചോന്നിട്ടാണ് നടക്കണത്. പക്ഷെ അവൻ്റെ ആഗ്രഹം എന്താ? ഒരു കപ്പലൊന്ന് മേത്തൊന്ന് കയറ്റി വെച്ചിട്ട് കടലിലേക്ക് ഒന്ന് ഡും എന്ന് വെച്ചാൽ അങ്ങോട്ട് ഇട്ടാലോ ഷിപ്പ്യാർഡിന്ന്. എങ്ങനെ ഉണ്ടാവും? ഉപ്പു ചുമന്നു നടക്കുന്നവനൊരു കപ്പലു കടലിലിറക്കാൻ മോഹം, അണ്ടികൾ ചപ്പി നടക്കുന്നവനൊരു തണ്ടിലിരിപ്പാൻ ആഗ്രഹമയ്യോ. ഇവൻ ഈ റോഡ് പിക്കേഴ്സിൻ്റെ പോലെ മാങ്ങണ അണ്ടിയും ചപ്പി നടക്കണ ഒരുത്തൻ, അവനിങ്ങനെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ഇങ്ങനെ ഇരിക്കണം ആഗ്രഹിച്ചാലോ? തണ്ടിലിരിപ്പാൻ ആഗ്രഹമയ്യോ. ഗോളല്ല, ലക്ഷ്യമല്ല, ആഗ്രഹം പറഞ്ഞേക്കണേ കുഞ്ചൻ നമ്പ്യാർ. ആഗ്രഹമാണ് അവന് പറഞ്ഞേക്കണേ. അങ്ങനെ റോഡ് കൂടെ മാങ്ങട അണ്ടി ഇമ്പിട്ട് ഇങ്ങനെ കൊട്ടാരം നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഇരുന്ന് ആടാൻ എന്ത് രസമാണ്, എനിക്ക് അങ്ങനെ ആടണം, എനിക്കത് മേടിച്ചൊരു പോകാനെ, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ഉണ്ടാക്കുക പോകാനെ. അത് ആഗ്രഹിച്ചാൽ കിട്ടില്ല. അണ്ടി ചപ്പി നടക്കുന്നവനൊരു തണ്ടിലിരിപ്പാൻ ആഗ്രഹം അയ്യോ. അവിടെ സരസല്ലേ? ചൊട്ടച്ചാൻ വഴി വട്ടം മാത്രം. ഒരു ചാൻ, ചൊട്ടച്ചാൻ. ഒരു ചാൻ എന്ന് പറഞ്ഞാൽ ഈ തള്ളവരലും ഈ പാമ്പുവരലും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ വീഴ്ത്തി കഴിഞ്ഞാൽ അതാണ് ഒരു ചാൻ എന്ന് പറയാം. ആ ചൊട്ടച്ചാൻ വഴി വട്ടം മാത്രം കഷ്ടിച്ചങ്ങനെ പറക്കും കോഴി. ഇത്ര ദൂരെ ഒരു കോഴിക്ക് പറക്കാൻ പറ്റുള്ളൂ മേപ്പെട്ട്. കോഴി പറക്കണുണ്ട്. എത്ര പൊക്കത്തിൽ പറക്കും കോഴി? കോഴികൾ ചിലപ്പോൾ പറക്കണുണ്ട് നമ്മൾ. എത്ര പൊക്കുണ്ട്? ചൊട്ടച്ചാൻ വഴിവട്ടം മാത്രം കഷ്ടിച്ചങ്ങു പറക്കും കോഴി. അവൻ്റെ ആഗ്രഹം എന്താ? ഗരുഡനുമീതെ ചിറകം വീശി ഗഗനെ ഗമനം വാഞ്ചിക്കുന്നു. ഗരുഡൻ പോണ പൊക്കത്തിൽ ഗഗനെ ഗമനം. ഗഗനെ മീൻസ് ആകാശത്തൂടെ, ഗമനം മീൻസ് പോക്ക്, വാഞ്ചിക്കുന്നു മീൻസ് ഡിസയർ. ഇവൻ്റെ റിയൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? ചൊട്ടച്ചാൻ വഴി വട്ടം മാത്രം കഷ്ടിച്ചങ്ങു പറക്കും കോഴി, ഗരുഡനുമീതെ ചിറകും വീശി ഗഗനെ ഗമനം വാഞ്ചിക്കുന്നു. ഇതൊക്കെ സാധിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അത്തരം സിദ്ധികൾ സാധിക്കില്ല.
അപ്പം ലക്ഷ്യം എന്നുള്ളതും ആഗ്രഹം എന്നുള്ളതും വ്യത്യാസം. അത് നമ്മൾ തിരിച്ചറിയും. യു ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗോൾ ആൻഡ് ഡിസയർ. ഗോൾ നല്ലതാണ്, ഡിസയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കളക്ടർ ആവണം, നല്ലതാണ്. ഒരു ജഡ്ജ് ആവണം. കുട്ടികൾക്ക് അങ്ങനെ ഒരു മോഹം മനസ്സിലുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്, അത് നല്ലതുമാണത്. പക്ഷെ ആഗ്രഹങ്ങൾ അതായത് സ്റ്റെപ്പായിട്ട് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അപകടമാണ്, നടക്കൂല. മനസ്സിലായി? അപ്പം ഈ കഴിഞ്ഞ 4 നാമങ്ങൾ സിദ്ധാർത്ഥ, സിദ്ധിസങ്കല്പ, സിദ്ധിത, സിദ്ധിസാധന, ഈ 4 നാമങ്ങൾ ധ്യാനമായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ, സിദ്ധിസങ്കല്പ, സിദ്ധിത, സിദ്ധിസാധന, എത്ര അക്ഷരമുണ്ട്? 16 അക്ഷരം ഉണ്ടാവും ഇതിൽ. അനുഷ്ടുപ്പല്ലേ? സിദ്ധാർത്ഥ, സിദ്ധിസങ്കല്പ, സിദ്ധിത, സിദ്ധിസാധന, 8 16 അക്ഷരം ഉണ്ടാവും. ഈ 16 അക്ഷരങ്ങൾ ഒരു അനുഷ്ടുപ്പിൻ്റെ 2 വരിയാണ്. അപ്പം ഈ 2 വരികൾ നമ്മൾ മനസ്സിൽ ധ്യാനമായിട്ട് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ, പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർമ്മങ്ങൾക്ക് വരാകുന്ന വിഘ്നങ്ങളെല്ലാം ഭഗവാൻ നീക്കിത്തരും എന്നൊരു അഡ്വർടൈസ്മെൻറ്റ് സ്ലോഗൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. വിത്ത് ഫുൾ ഫെയ്ത്ത്, കോൺഫിഡൻസ് അത് നമുക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ ആഗ്രഹം വല്ലവരും ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. അതിൽ നഷ്ടമൊന്നുമില്ല. നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കുമുള്ള വിഘ്നങ്ങൾ മാറ്റി തരും. ഈ 4 നാമങ്ങൾ അത്ര പവർഫുള്ളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ പറയില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് നാമം ചെല്ലാനുള്ളൊരു മോട്ടിവേഷനായിരിക്കും. അത് എന്തുതന്നെയായാലും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം. അത് പ്രായോഗികമാക്കണോ വേണ്ട, അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനൊരു പറഞ്ഞ അറിവ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് മാത്രം. അപ്പോൾ അതാണ് ഈ 4 നാമങ്ങൾ: സിദ്ധാർത്ഥ, സിദ്ധസങ്കല്പ, സിദ്ധിത, സിദ്ധിസാധന. അടുത്ത നാമം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നാളെ കാണാം. ഇതിൽ തന്നെ ഈ നാമത്തിൽ തന്നെ ഈ ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാണാം. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ യശസ്വിനി. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ യശസ്വിനി. യശസ്വിനി പോട്ടെ, മറ്റതൊക്കെ ഇതേ നാമത്തിൻ്റെ അർത്ഥങ്ങൾ തന്നെയാണ്. സിദ്ധേശ്വരി, സിദ്ധികൾക്കെല്ലാം ഈശ്വരിയായിട്ടിരിക്കുന്നവൾ, കൊടുക്കുന്നവൾ. സിദ്ധവിദ്യ, സിദ്ധി കിട്ടാനുള്ള വിദ്യ പറഞ്ഞു തരുന്നവൾ, അതിനുള്ള ഉപായങ്ങൾ പറഞ്ഞു തരുന്നവൾ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ തരുന്നവൾ, അതിനുള്ള ഉപായങ്ങൾ, അതിനുള്ള മെത്തഡോളജി മനസ്സിലാക്കി തരുന്നവൾ, അതൊക്കെ തരുന്നവൾ. സിദ്ധമാതാ, സിദ്ധ പ്രദാനം ചെയ്യുന്നവൾ, കർമ്മഫലം പ്രദാനം ചെയ്യുന്നവൾ. അപ്പോൾ ഈ 3 നാമവും ലളിതാ സഹസ്രനാമത്തിലും ഒരേ വരിയായിട്ട് തന്നെ വരുന്നുണ്ട്. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ യശസ്വിനി. വെറുതെ ആവില്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു കോയിൻസൈഡൻസ് വരാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകം നമുക്ക് നാളത്തെ ദിവസം നാളെ നമുക്ക് തുടങ്ങാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭവാനി.